നമ്മുടെ മനസ്സൊരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെയാണ്. അതെപ്പോഴും ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ദേഷ്യപ്പെടുമ്പോൾ അത് പശ്ചാത്താപത്തിനുള്ള ഊർജം സംഭരിക്കുകയാണ്. ഈ അതിരുകൾക്കിടയിലുള്ള ഓട്ടം നിർത്താനുള്ള വിദ്യയാണ് 17ാമത്തെ വിദ്യ. ബുദ്ധനിതിനെ മാധ്യം നിക്കായ് അഥവാ മധ്യമാർഗം എന്ന് വിളിച്ചു. വീണയുടെ കമ്പികൾ അമിതമായി മുറുക്കിയാലോ അയച്ചിട്ടാലോ സംഗീതമുണ്ടാവില്ല. ജീവിതം സംഗീതമാകണമെങ്കിൽ നിങ്ങൾ മധ്യത്തിൽ വർത്തിക്കണം. അതീവ ലൗകികതയും കടുത്ത സന്യാസവും ഒരുപോലെ അതിരുകളാണ്. മനസ്സിനെ വകവയ്ക്കാതെ മധ്യത്തിൽ നിലയുറപ്പിക്കുക. ദേഷ്യം വരുമ്പോൾ പശ്ചാത്തപിക്കാതിരിക്കുക. കാരണം പശ്ചാത്താപം നിങ്ങളെ വീണ്ടും പഴയ അറ്റത്തേക്ക് എത്തിക്കും. പശ്ചാത്താപമില്ലാതെ ദേഷ്യമില്ലാതെ മധ്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ വേഗത നഷ്ടപ്പെടും. മധ്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സ് മരിക്കുന്നു. അവിടെയാണ് ആത്മീയത വിരിയുന്നത്. നടന്നുകൊണ്ടോ ഭക്ഷിച്ചുകൊണ്ടോ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ ഇരിക്കുമ്പോൾ എപ്പോഴും മധ്യസ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുക. അവിടെ നിശബ്ദമായ ഒരു കേന്ദ്രം നിങ്ങളിൽ വളർന്നു വരും. നിങ്ങളിലെ നിശ്ചലതയെ കണ്ടെത്തും. ഏറ്റവും പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ഈ ആത്മീയ യാത്രയിൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് അതീവ പ്രാധാന്യമുള്ള 17ാമത്തെ പടിയിലാണ്. മനസ്സിനെ വകവയ്ക്കാതെ മധ്യത്തിൽ നിലനിർത്തുക, ഇതാണ് ഈ വിദ്യയുടെ സാരം. ജീവിതത്തെ പാടെ പരിവർത്തനപ്പെടുത്തുവാൻ ശേഷിയുള്ള ഈ കൊച്ചുവരികൾ ബുദ്ധൻ്റെ മാധ്യം നിക്കായ് അഥവാ മധ്യമാർഗത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഇന്നത്തെ ചിന്തകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സെപ്പോഴും പ്രവർത്തിക്കുന്നത് അതിരുകളിലാണ്. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ രീതി തന്നെ. പണത്തിന് പിന്നാലെ ഭ്രാന്തമായി പാഞ്ഞ ഒരു മനുഷ്യൻ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ചൊരു സന്യാസിയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത് അത്ഭുതമല്ല, മറിച്ച് മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. രതിക്കു വേണ്ടി മാത്രം ജീവിച്ചവൻ കടുത്ത ബ്രഹ്മചാരിയാകുന്നത് ആ ആസക്തിയുടെ തന്നെ മറ്റൊരു മുഖമാണ്. അവൻ രതിക്കെതിരാണെങ്കിലും അതിന് അതീതനല്ല. നമ്മുടെ മനസ്സിനെ ഒരു പഴയ ക്ലോക്കിൻ്റെ പെൻഡുലത്തോട് ഉപമിച്ചാൽ അത് ഇടത്തോട്ട് നീങ്ങുന്നത് വലത്തോട്ട് പോകാനുള്ള ഊർജം സംഭരിക്കാനാണ്. അതുപോലെ ജീവിതത്തിലെ വിപരീതങ്ങൾ ഒരേ ഊർജത്തിൻ്റെ രണ്ട് ദിശകളാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പശ്ചാത്തപിക്കാനുള്ള ഊർജം നമ്മൾ അവിടെ കരുതി വയ്ക്കുകയാണ്. നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ നമ്മുടെ നന്മയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും വീണ്ടും ദേഷ്യപ്പെടാനുള്ള അടുത്ത ചക്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണിവിടെ. ഒരു പെൻഡുലം മധ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ക്ലോക്ക് അവിടെ നിശ്ചലമാകും. അതുപോലെ മനസ്സ് മധ്യത്തിൽ നിലയുറപ്പിച്ചാൽ അതിന് ഊർജമില്ലാതാകും. കാരണം മനസ്സിന് അതിരുകൾ ആവശ്യമാണ്. മധ്യത്തിൽ മനസ്സവിടെ മരിക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ വകവയ്ക്കാതെ മധ്യത്തിൽ നിലനിൽക്കുക എന്ന് ഈ സൂത്രം പറയുന്നത്. അവിടെ നിർമ്മലമായ അഥവാ നോ മൈൻഡ് എന്ന അവസ്ഥ ഉടലെടുക്കുകയാണ്. നാം എപ്പോഴും വിചാരിക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചാൽ ദേഷ്യം അവിടെ തീരുമെന്നാണ്. എന്നാൽ ഒരിക്കലുമില്ല എന്ന അറ്റം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ വീണ്ടും പെൻഡുലത്തെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചതിക്കുഴി തിരിച്ചറിയാത്തിടത്തോളം കാലം നാം മനസ്സിൻ്റെ അടിമകളായി തന്നെ തുടരും. മധ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുമ്പോൾ പശ്ചാത്തപിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. ആ മാറ്റമില്ലാത്ത നിലപാടാണ് മധ്യസ്ഥാനം. അതിരുകൾക്കിടയിൽ ഓടിത്തീർക്കുന്ന ജീവിതം വളരെ വിരസമാണ്. മധ്യത്തിലെ ആ നിശബ്ദമായ കേന്ദ്രം കണ്ടെത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ സംഗീതം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മനസ്സ്
ഒരു പെണ്ടുലം പോലെ അതിരുകളിലേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ പെട്ടെന്ന് തൻ്റെ ജീവിതശൈലി പാടെ മാറ്റുന്നത്? അതിരുകളിൽ നിന്ന് അതിരുകളിലേക്കുള്ള ഈ മാറ്റത്തെ ശ്രാവൺ രാജകുമാരൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രാവൺ രാജകുമാരൻ അങ്ങേയറ്റത്തെ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. മദ്യവും മദ്രാശിയും ആഡംബരങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ഇത്രയും ആസക്തിയോടെ ജീവിച്ചിരുന്ന ഒരാൾ ഒരിക്കലും സന്യാസിയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ബുദ്ധനെ കണ്ട നിമിഷം തന്നെ ശ്രാവൺ തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഈ മാറ്റം കണ്ട് ജനങ്ങൾ അമ്പരന്നെങ്കിലും ബുദ്ധന് അതിൽ യാതൊരുവിധ അത്ഭുതമൊന്നും തോന്നിയില്ല. മനസ്സിന് എളുപ്പത്തിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നീങ്ങുവാൻ കഴിയുമെന്നാണ് ബുദ്ധൻ ഇതിനെ വിശേഷിപ്പിച്ചത്. സമ്പത്തോടുള്ള അമിതമായ ആസക്തി പെട്ടെന്നവിടെ വിരക്തിയായി മാറിയെങ്കിലും ആ ഭ്രാന്തമായ ആവേശം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭിക്ഷുവായി മാറിയ ശ്രാവൺ ബുദ്ധൻ നിർദ്ദേശിക്കാത്ത കഠിനമായ സന്യാസ രീതികൾ സ്വീകരിച്ചു. എല്ലാവരും തണലത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ അയാൾ പൊരിവെയിലത്ത് പോയിരുന്ന് ധ്യാനിക്കും. ബുദ്ധൻ ഒരു നേരത്തെ ഭക്ഷണം അനുവദിച്ചിരുന്നപ്പോൾ ശ്രാവൺ 2 ദിവസം കൂടുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കും. വസ്ത്രങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന രാജകുമാരൻ പിന്നെ നഗ്നനായി നടക്കാൻ തുടങ്ങി. 6 മാസം കൊണ്ട് അയാൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിരൂപനായി തീർന്നു. മുമ്പ് അയാൾ സെക്സിന് വേണ്ടി ജീവിച്ചു, ഇപ്പോൾ സെക്സിനെതിരായി ജീവിക്കുകയാണ്. പക്ഷെ മനോഭാവം ഒന്നു തന്നെയായിരുന്നു. രതിക്കെതിരാകുക എന്നത് രതിക്ക് അധീനനാകുക എന്നതല്ല എന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സെപ്പോഴും വിപരീതങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. അതിതത്വത്തിൻ്റെ വഴി എല്ലായ്പ്പോഴും മധ്യത്തിലാണ്. ശ്രാവൺ രാജകുമാരൻ തൻ്റെ ലൗകികതയുടെ അറ്റത്തു നിന്ന് സന്യാസത്തിൻ്റെ അറ്റത്തേക്കാണ് മാറിയത്. മധ്യത്തിലാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രാവൺ രാജകുമാരൻ സന്യാസത്തിൻ്റെ മറ്റൊരു അറ്റത്തേക്ക് പോയി തൻ്റെ ശരീരം തന്നെ നശിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ട ബുദ്ധൻ ഒരു രാത്രി ശ്രാവണൻ്റെ അരികിലെത്തി. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ആത്മീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. ശ്രാവൺ രാജകുമാരൻ സന്യാസത്തിന് മുമ്പൊരു മികച്ച വീണവാദകനായിരുന്നു. ബുദ്ധൻ ശ്രാവണനോട് ചോദിച്ചു, ശ്രാവൺ, ഒരു വീണയുടെ കമ്പികൾ വളരെയധികം അയഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സംഗീതമുണ്ടാകുമോ എന്ന്. ശ്രാവൺ അവിടെ മറുപടി നൽകി, ഒരിക്കലുമില്ല, അതിൽ നിന്ന് സംഗീതം സാധ്യമല്ല എന്ന്. മറിച്ച് അതിൽ നിന്ന് വരുന്നത് വെറും അപസ്വരങ്ങളായിരിക്കുമെന്ന്. ബുദ്ധൻ വീണ്ടും ചോദിച്ചു, എന്നാൽ കമ്പികൾ വളരെയധികം മുറുക്കിയാലോ? അപ്പോഴും സംഗീതമുണ്ടാവില്ല. അധികം മുറുക്കിയാൽ കമ്പികൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ശ്രാവൺ പറഞ്ഞു. സംഗീതമുണ്ടാകണമെങ്കിൽ കമ്പികൾ മധ്യനിലയിലായിരിക്കണം എന്ന് ശ്രാവൺ ബുദ്ധനോട് സമ്മതിച്ചു. അത് കൂടുതൽ അയഞ്ഞതോ കൂടുതൽ മുറുകിയതോ ആകാൻ പാടില്ല. ജീവിതവും ഇതുപോലെയാണ്. അമിതമായ ഭോഗവും അമിതമായ ആത്മപീഡനവും ജീവിതത്തിലെ സംഗീതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ വായിക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും, എന്നാൽ കമ്പികളെ ശരിയായ മധ്യനിലയിൽ കെട്ടാൻ ഒരു വിദഗ്ധന് മാത്രമേ കഴിയൂ. അതുപോലെ ജീവിതത്തിൽ മധ്യത്തിൽ വർത്തിക്കാൻ ബോധപൂർവമായ ശ്രമവും നൈപുണ്യവും നമുക്ക് ആവശ്യമാണ്. എന്തും ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെ മധ്യത്തിലാവണമെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. മനസ്സിനെ വകവയ്ക്കാതെ മധ്യത്തിൽ നിലനിർത്തുക എന്ന് ഈ സൂത്രത്തിലൂടെ ശിവൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മനസ്സിനെപ്പോഴും അറ്റങ്ങളോടാണ് താല്പര്യമുള്ളത്. മധ്യത്തിലാവുക എന്നാൽ മനസ്സിന് തൻ്റെ ഊർജം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഒരു പെണ്ടുലം മധ്യത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചലനം അവസാനിക്കുന്നത് പോലെ മധ്യത്തിൽ നമ്മളുടെ മനസ്സും മരണപ്പെടുകയാണ്. ജീവിതമാകുന്ന ഈ വീണയിൽ സംഗീതം ഉണരണമെങ്കിൽ നമ്മൾ അതിരുകൾ ഉപേക്ഷിച്ചേ മതിയാകൂ. നമ്മുടെ ഓരോ ചിന്തയും ഓരോ
അതിർവരമ്പുകളാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ വൈരുദ്ധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്. നമ്മൾ സ്നേഹമെന്ന് വിളിക്കുന്ന വികാരം എങ്ങനെയാണ് വെറുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഫ്രോയിഡിൻ്റെ ദർശനങ്ങളിലൂടെയും ബുദ്ധൻ്റെ ഉൾക്കാഴ്ചകളിലൂടെയും നമുക്കൊന്ന് പരിശോധിക്കാം. രാവിലെ സ്നേഹമെന്ന് തോന്നുന്ന വികാരം വൈകുന്നേരമാകുമ്പോഴേക്കും വെറുപ്പായി മാറുന്നത് മനസ്സിൻ്റെ പെണ്ടുലം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സാധാരണ സ്നേഹത്തിന് കലഹത്തെ കൂടാതെ നിലനിൽക്കുവാൻ കഴിയില്ല. കാരണം മനസ്സെപ്പോഴും വിപരീതങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിരീക്ഷണമനുസരിച്ച് ദമ്പതിമാർ കലഹിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അതോടെ അവരുടെ സ്നേഹവും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും കലഹിക്കാത്ത ദമ്പതികൾ മാതൃകാ ദമ്പതികളാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. അവർ യഥാർത്ഥത്തിൽ അന്യോന്യം സ്നേഹിക്കാത്ത സമാന്തര രേഖകളായി ജീവിക്കുന്നവരാണ്. സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ കലഹിക്കാൻ ഭയപ്പെടരുത് എന്ന് മനഃശാസ്ത്രം പറയുന്നു. കാരണം കലഹത്തിലൂടെ ലഭിക്കുന്ന വേഗതയാണ് നമ്മളെ വീണ്ടും സ്നേഹത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങേയറ്റം കലഹിക്കുന്ന ദമ്പതികൾക്ക് മാത്രമേ വൈകുന്നേരം അങ്ങേയറ്റം സ്നേഹിക്കുവാനും സാധ്യമാകൂ. കാരണം അപ്പോഴേക്കും മനസ്സ് ആവശ്യമായ വേഗത സംഭരിച്ചു കഴിഞ്ഞിരിക്കും. മനസ്സിൻ്റെ ഈ പെണ്ടുലം ബുദ്ധൻ്റെ ചലനമില്ലാത്ത സ്നേഹമാണ്. ബുദ്ധൻ്റെ സ്നേഹം നമുക്ക് വിരസമായി തോന്നാം. കാരണം അതിൽ സാധാരണ സ്നേഹത്തിൻ്റെ എരിവും പുളിയുമായ കലഹങ്ങൾ ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ദേഷ്യപ്പെടുവാൻ കഴിയില്ല. സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. വിപരീതങ്ങളിലൂടെ മാത്രം വികാരങ്ങളെ തിരിച്ചറിയുന്ന നമുക്ക് ആ നിശബ്ദമായ സ്നേഹം പലപ്പോഴും അനുഭവപ്പെടില്ല. മനസ്സ് നിലയ്ക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഈ വ്യത്യസ്തമായ സ്നേഹം. ഇതിന് വിപരീത ധ്രുവങ്ങളില്ല. ഇതൊരു പെണ്ടുലം പോലെയല്ല, മറിച്ച് മധ്യസ്ഥാനത്ത് നിന്നുണ്ടാകുന്ന മാറ്റമില്ലാത്ത അനുഭവമാണ്. മനസ്സിൻ്റെ ഇടപെടലില്ലാതെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് സ്നേഹം യഥാർത്ഥത്തിൽ മനോഹരവും ശാശ്വതവുമായി മാറുന്നത്. നമ്മുടെ വികാരങ്ങൾ വിപരീതങ്ങളിലേക്ക് ഓടുമ്പോൾ അത് സ്നേഹമല്ല, വെറും മനസ്സിൻ്റെ ഒരു ചേഷ്ട മാത്രമാണ്. നമ്മുടെയൊക്കെ മനസ്സ് വിപരീതങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ക്രോധവും സ്നേഹവും ഇഴചേർന്ന ഒരു വൈകാരിക രംഗമായിരുന്നു. ഈ കൂടിക്കാഴ്ചയിലൂടെ മനസ്സിൻ്റെ ആ പെണ്ടുല ചലനം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. ബുദ്ധൻ തൻ്റെ സ്വരാജ്യത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ നഗരം മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നുവെങ്കിലും പത്നിയായ യശോധര മാത്രം വന്നിരുന്നില്ല. യശോധര വരാത്തത് അവൾക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് ബുദ്ധൻ തിരിച്ചറിഞ്ഞു. അവളിപ്പോഴും ദേഷ്യത്തിലാണെന്നും അവളുടെ അഭിമാനത്തിന് മുറിവേറ്റിട്ടുണ്ടെന്നും ബുദ്ധൻ തൻ്റെ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞു. 12 വർഷം മുമ്പ് ആരോടും പറയാതെ ഒളിച്ചോടിയ ബുദ്ധനോട് യശോധരയ്ക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. ബുദ്ധൻ കൊട്ടാരത്തിനുള്ളിലേക്ക് ചെന്നപ്പോൾ അവൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. തൻ്റെ ഉള്ളിലുള്ള പരിഭവങ്ങളും പരാതികളും അവൾ വാക്കുകളായും കണ്ണീരായും പുറത്തേക്ക് വിട്ടു. യശോധര പലതും പറയുമ്പോഴും ബുദ്ധൻ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ അതീവ നിശബ്ദനായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അവളുടെ ദേഷ്യം തീരുന്നതുവരെ, അവൾ ശുദ്ധീകരിക്കപ്പെടുന്നതുവരെ അദ്ദേഹം കാത്തുനിന്നു. അവൾ ശാന്തയായപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിനക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നെനിക്കറിയാം. നിന്റെ ദേഷ്യം സ്വാഭാവികമാണ്. എന്നാൽ ഈ സ്നേഹത്തിനും അപ്പുറത്തായി മറ്റൊരു സ്നേഹമുണ്ട്. അത് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓഹ്, എത്ര മനോഹരമാണല്ലേ! യശോധരയുടെ സ്നേഹത്തിന് വിപരീതമായി അവിടെ ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ബുദ്ധൻ്റെ സ്നേഹം എല്ലാ വിപരീതങ്ങൾക്കും അപ്പുറത്തായിരുന്നു. മനസ്സ് നിലയ്ക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന സ്നേഹത്തിന് കലഹങ്ങളോ പശ്ചാത്താപങ്ങളോ ഇല്ല. സാധാരണ മനുഷ്യന് ഈ നിശബ്ദമായ സ്നേഹത്തെ അനുഭവിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം
നമുക്ക് വിപരീതങ്ങളെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. യശോധരയുടെ ക്രോധം സ്നേഹത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമായിരുന്നു. എന്നാൽ മധ്യത്തിൽ വർത്തിക്കുന്ന ബുദ്ധന് അതിരുകളില്ലാത്ത സ്നേഹമാണ് അവിടെ ഉള്ളത്. നമ്മുടെ മനസ്സിനെ വകവയ്ക്കാതെ മധ്യത്തിൽ നിലനിർത്തുക എന്ന ഈ സൂത്രം എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിവെക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് കേവലം ഒരു അറിവല്ല, മറിച്ച് ഓരോ നിമിഷവും ബോധപൂർവം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ നിമിഷം തന്നെ പശ്ചാത്തപിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പശ്ചാത്താപം നമ്മളെ മനസ്സിൻ്റെ അടുത്ത അറ്റത്തേക്ക് എത്തിക്കുകയും വീണ്ടും ദേഷ്യപ്പെടുവാനുള്ള വേഗത സംഭരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് തിരിച്ചറിയുകയെന്നാൽ അടുത്ത അറ്റത്തേക്ക് ഓടാതെ ആ മധ്യസ്ഥാനത്ത് തന്നെ നിൽക്കുവാൻ ശ്രമിക്കുക എന്നാണ്. ജീവിതത്തിലെ വിപരീതങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതിരിക്കുക. സുഖമോ ദുഃഖമോ സ്നേഹമോ വെറുപ്പോ എന്തു തന്നെയായാലും അവയ്ക്കിടയിലുള്ള മധ്യസ്ഥാനത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മധ്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയും അവിടെ നിർമ്മലമായ അവസ്ഥ ഉദിക്കുകയും ചെയ്യും. ഭക്ഷിക്കുമ്പോഴും നടക്കുമ്പോഴും ബന്ധങ്ങളിൽ ഇടപഴകുമ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥാനം എവിടെയാണെന്ന് ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. തുടർച്ചയായ ഈ ശ്രദ്ധയിലൂടെ നമ്മുടെ ഉള്ളിലെ ശാന്തവും അക്ഷോഭ്യവുമായ ഒരു കേന്ദ്രം വളർന്നു വരുന്നത് നമുക്ക് അനുഭവപ്പെടും. ഈ കേന്ദ്രമാണ് ആത്മീയതയുടെ യഥാർത്ഥ ഉറവിടം. മനസ്സ് മരിക്കും വരെ മധ്യത്തിൽ നിൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ അഹംഭാവവും അതിൻ്റെ ചലനങ്ങളും പൂർണ്ണമായും നിലയ്ക്കുന്നതുവരെ ഈ ശ്രമം തുടരണമെന്നാണ്. മധ്യസ്ഥാനം മനസ്സിനും അപ്പുറമാണ്. അവിടെ എത്തുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ താളവുമായി നമ്മൾ ഒന്നായിത്തീരും. ഒരിക്കൽ ഈ കേന്ദ്രം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അതിരുകളില്ലാത്ത ആകാശമാണ് നമ്മുടെ ബോധം. അതിനെ അതിരുകളിൽ തളച്ചിടാതെ മധ്യത്തിൻ്റെ ആ നിശബ്ദതയിലേക്ക് മടങ്ങുക. ബുദ്ധൻ കാണിച്ചു തന്ന ഈ മധ്യമ മാർഗം നമ്മുടെ ജീവിതത്തെ സംഗീതമാക്കി മാറ്റട്ടെ. ദിവ്യബോധമെന്നും നമ്മളെ നയിക്കട്ടെ. ഇത് മനസ്സിലാക്കി തരുന്ന ആ മഹാഗുരു ഓഷോയ്ക്ക് മുമ്പിൽ വിനയപൂർവ്വം ഞാൻ പ്രണമിക്കുകയാണ്. നിങ്ങളിലെ ചൈതന്യത്തെ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.